നമസ്കാരം. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഇപ്പോഴും പിന്താങ്ങിക്കൊണ്ട് ഇവിടെ കുറെ പേര് നിൽക്കുന്നുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴത്തേക്ക് ഞാൻ ആലോചിക്കുകയാണ് അവരുടെ മാനസിക നില എത്രത്തോളമാണ് എന്ന്. ഇതുപോലെ നുണ പറയുന്ന ഒരു ഒരു ഭരണാധികാരിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പച്ച നുണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇറാന്റെ കാര്യത്തിലേക്ക് വരാം. അതിനു മുമ്പ് പാകിസ്ഥാൻ ഇന്ത്യയിൽ കയറി അതിക്രമം കാണിച്ചിട്ട് ഇന്ത്യ പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്ന സമയത്ത് നല്ലവണ്ണം കൊടുത്തു. ഇന്നിപ്പോ ഇറാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത് പോലെ നല്ലവണ്ണം അങ്ങോട്ട് കൊടുത്തു. എവിടെ നിന്നാണോ വന്നത് അവിടെ ചെന്ന് കൃത്യമായി ആ തലകളെ അങ്ങോട്ട് പൊക്കി, അങ്ങോട്ട് തീർത്തു. ഇനി തിരികെ ഇങ്ങോട്ട് വരാൻ ആരെങ്കിലും തുനിഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഓർമ്മ, ശരിക്കൊരു ഓർമ്മ വേണം എന്ന നിലയിൽ തന്നെ ഇന്ത്യ കൊടുത്തു. ആ സമയത്ത് ട്രംപ് പറഞ്ഞ എന്താ? ഞങ്ങള് മധ്യസ്ഥം പറഞ്ഞു, ഞങ്ങൾ ഇന്ത്യയായിട്ട് സംസാരിച്ചു, ഇന്ത്യ ഇതേ സമ്മതിച്ചു എന്ന് പറഞ്ഞിട്ട് ഇന്ത്യ മനസ്സാ വാച കർപ്പണ അറിയാത്ത കാര്യങ്ങൾക്ക് അങ്ങോട്ട് അന്ന് ഞങ്ങൾ തന്നെയാണ് എട്ടുകാലി മമ്മൂഞ്ഞിന്റെ പണി, അത് നമ്മൾ തന്നെ യുദ്ധം നിർത്തിയതിന്റെ കാരണക്കാരൻ താനാണ്. എന്നിട്ട് അടുത്ത സെക്കൻഡിൽ ഒരു താരിഫ് എന്ന് പറഞ്ഞ് എടുത്ത് തലയിൽ വെച്ചു കൊടുത്തു. അതായത് ഈ എത്ര ഉണ്ട് എന്നറിയാത്ത ഒരു അവസ്ഥയിലാണ് മൂപ്പരുടെ രീതി. ഇപ്പൊ ഇറാന്റെ കാര്യം എടുക്കണം നോക്ക്. ഇപ്പോ കഴിഞ്ഞ ദിവസം പറഞ്ഞ എന്താണ്? 5 ദിവസത്തെ വെടിനിർത്തൽ. 5 ദിവസത്തിന് ഞങ്ങള് പവർ പ്ലാന്റുകളിലും അതുപോലെ ഉള്ള കേന്ദ്രങ്ങളിലൊന്നും സമാനമായിട്ടുള്ള കേന്ദ്രങ്ങളിലൊന്നും ഞങ്ങൾ അടിക്കില്ല എന്ന് പറഞ്ഞു. 2 ദിവസം 48 മണിക്കൂർ തികഞ്ഞു. 48 മണിക്കൂർ തികയുന്നതിന് മുമ്പ് കയറി അടിച്ചു. വടക്കൻ ഇറാനിൽ കയറി അടിച്ചു. വലിയ നാശനഷ്ടം ഉണ്ടായി. എന്താ സംഭവിച്ചതിന് ശേഷം? ഇസ്രായേലിൽ അങ്ങോട്ട് നിരത്തി. ഹൈഫയിലും അതേപോലെ എല്ലായിടത്തും ഇനി നിരത്താൻ സ്ഥലമൊന്നും ഇല്ല. തെക്കോന്നോ വടക്കൊന്നും ഇല്ല. ആ രീതിയിൽ ഇറാൻ അങ്ങോട്ട് നിരത്തി. അതിന് പോരാഞ്ഞിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ കൂടെ അങ്ങോട്ട് കൊടുത്തു, ഇറാൻ കൊടുത്തത്. അതായത് ഇയാൾ എന്തെങ്കിലും ഒരു നുണ പറഞ്ഞാൽ അതിന് ബാക്കിയുള്ളവർ കൂടി അതിന് ഒരു 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 അവസ്ഥയല്ല. ഇപ്പൊ പുതിയതായിട്ടൊരു ഡയലോഗ് പറയണത് നേരത്തെ പറഞ്ഞ ഒരു ഡയലോഗാണ്. അതായത് ഇനി ഇറാൻ ഭരിക്കാൻ പോകുന്നത് അയത്തുള്ള ഖമനി അതുപോലെ ഇയാള് ട്രംപ്, ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് അങ്ങോട്ട് ഭരിക്കും. ഹോർമൂസ് രണ്ടുപേരും കൂടെ ചേർന്നിട്ട് നിയന്ത്രിക്കും. അല്ല, മലപ്പൊടിക്കാരന്റെ സ്വപ്നം എന്ന് പറയുന്നത് ഇത്ര മനോഹരമായ നടക്കാത്ത സ്വപ്നം എന്ന നിലയിലാണ് കാര്യങ്ങൾ. അത് ഇപ്പൊ പറയുന്ന ഇപ്പൊ അമേരിക്ക പ്രസിഡന്റ് ആയിട്ടുള്ള ഈ ഡൊണാൾഡ് ട്രംപ് ഇനിയിപ്പോ ഇറാന്റെ ഭരണാധികാരിയാകാൻ പോണത്രേ. ഇതാണ് അവസ്ഥ. അതായത് നുണ പറയുന്നതിന്, തള്ളുന്നതിന്, അതായത് ഒരു നിലപാടില്ലാത്ത വർത്താനം പറയുന്നതിന് എന്താ പറയാ? ഇയാളാണ് ലോകത്തെ ഭരിക്കുന്നത് എന്നൊക്കെ പറയുന്നത്. ആ ഒരു സ്റ്റാൻഡേർഡൊക്കെ കാണിക്കണ്ടേ? കുറച്ചൊക്കെ കാണിക്കണ്ടേ? അമേരിക്കക്കാർക്ക് ഒരു അഭിമാനം എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. ആ അമേരിക്കക്കാരുടെ അഭിമാനത്തിന്റെ കടക്കലാണ് ഇയാൾ കത്തിവെക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു മരങ്ങോടനെയാണ് അല്ലെങ്കിൽ ഒരു വിടുവായനെയാണ് പിടിച്ച് ഞങ്ങൾ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നത്, ആ വിടുവായന്റെ കീഴിലുള്ള ആൾക്കാരാണ് ഞങ്ങൾ എന്ന് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കേണ്ട ഒരു അവസ്ഥയല്ലേ? അല്ലേ? ആണല്ലോ. അതുകൊണ്ട് കുടിച്ച വെള്ളത്തിലും ട്രംപിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന ഇറാന്റെ ആ വാദഗതി, അതല്ലേ ഇപ്പൊ ശരിയായി വരുന്നത്. അവര് നേരത്തെ തന്നെ പറയുന്നുണ്ട്, അയാൾ അങ്ങനെ പലതും പറയും, അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല. അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെയും ട്രംപ് എന്ന് പറയുന്ന ഭരണാധികാരിയെയും കുടിച്ച വെള്ളത്തിലും വിശ്വസിക്കാൻ പറ്റൂല. ഇനി എന്ത് പറഞ്ഞിട്ട് കാര്യമല്ല, ഞങ്ങൾ വിശ്വസിക്കില്ല. ഞങ്ങൾ ഇന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ രാജ്യത്ത് മേലെ ഇനി തൊടാനും പിടിക്കാനും ആവശ്യത്തിലാത്ത കാര്യം, ഞങ്ങൾ എപ്പോൾ തുമ്മണം, എപ്പം വെള്ളം കുടിക്കണം, അല്ലെ എപ്പം വേറെ എന്തെങ്കിലും 1-2 നടത്തണം എന്നൊന്നും ഞങ്ങളോട് പറയാൻ പറ്റരുത്. ഞങ്ങൾക്ക് തോന്നുമ്പോൾ ഞങ്ങൾ ചെയ്യും. ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങളുടെ രാജ്യത്ത് ചെയ്യും. അത് മറ്റു രാജ്യങ്ങളുടെ മേലെ നമ്മളൊന്നും ചെയ്യുന്നില്ല, മറ്റു രാജ്യങ്ങളെ കുതിര കയറുന്നില്ല, ചെയ്യുന്നില്ല. ഞങ്ങളുടെ രാജ്യത്ത് ഞങ്ങളുടെ അജണ്ട നടപ്പിലാക്കാനുള്ളതല്ലേ, അത് ഞങ്ങൾ നടപ്പിലാക്കും. അതുമേ കയറി താളം പിടിക്കാൻ പറയരുത്. ഒന്ന്. പിന്നെ ഇവിടെ യുറേനിയം സമ്പുഷ്ടീകരിക്കണോ അണുവായുധം ഉണ്ടാക്കുന്നത് ഞങ്ങൾ തീരുമാനിക്കും. നിങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അത് ഞങ്ങൾ തീരുമാനിക്കും. അത് നിങ്ങൾ അന്വേഷിക്കാൻ വരണ്ട. ഞങ്ങൾ ആരും അങ്ങോട്ട് കൊണ്ടുവന്നില്ലേ. ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അങ്ങോട്ട് ഇടും, ഇങ്ങോട്ട് വീണാലേ അങ്ങോട്ട് ഇട്ടുള്ളൂ. നിങ്ങൾ ഇടണ്ടെന്ന് വെച്ചാൽ പോരെ. അത് ഇറാൻ പറയുന്നത് ശരിയാണെന്ന് ഇപ്പൊ തെളിയല്ലേ? ഇറാന്റെ മണ്ണിലേക്ക് ഒന്ന് വീണാൽ മാത്രമേ ഇറാൻ 2 കൊടുക്കുന്നുള്ളൂ. പക്ഷെ 2 കൊടുക്കുന്നുണ്ട്. ഇവിടെ ഒരാൾ കൊല്ലപ്പെട്ട് കഴിഞ്ഞാൽ അവിടെ 2 ആൾ കൊല്ലപ്പെടുന്ന രീതിയിലുള്ള ആക്രമണങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഇറാന്റെ പവർ പ്ലാന്റുകളെ ആക്രമിച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ അതിന്റെ വിവരം അറിഞ്ഞിട്ടുണ്ട്. ലിബോണയിൽ കഴിഞ്ഞ ദിവസം അറിയാലോ, വളരെ വലിയ പരിക്കുകൾ, 1500ഓളം ആൾക്കാർക്ക് പരിക്ക് പറ്റിയെന്നാണ് ഒരൊറ്റ ബ്ലാസ്റ്റില്. ആ രീതിയിലുള്ള മിസൈൽ പെരുമഴയാണ്, തീമഴയാണ് അവിടെ പെയ്തത്. എത്ര ആൾക്കാർ മരിച്ചു എന്നുള്ള കണക്ക് പുറത്തു വന്നിട്ടില്ല. എത്ര നാശനഷ്ടങ്ങൾ വന്നു എന്നുള്ളതിനെ കുറിച്ച് കണക്കുകളും പുറത്തു വന്നിട്ടില്ല. കുറച്ച് വീഡിയോ ദൃശ്യങ്ങൾ മാത്രമേ പുറത്തു വന്നുള്ളൂ. അത് കത്തുന്ന വീഡിയോ ദൃശ്യങ്ങൾ, കുറച്ച് ദൃശ്യങ്ങൾ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അത്രയ്ക്ക് ഭീകര ആക്രമണമാണ് അങ്ങോട്ട് അഴിച്ചുവിട്ടത്. ഇത് ഇന്ന് വീണ്ടും അങ്ങോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട്. അവിടെ വീണതിന്റെ പ്രതികരണം എന്ന നിലയിൽ ഇറാനിലേക്ക് ഇസ്രായേലിൽ കൊടുത്തുവിട്ടത്. അപ്പൊ അതിന്റെ കലപ്പ് തീർക്കാൻ വേണ്ടി വീണ്ടും അങ്ങോട്ട് കൊടുത്തുവിട്ടിട്ടുണ്ട്. അതിന്റെ ഇടയിലാണ് ഇയാളിരുന്ന ഡയലോഗുകൾ അടിക്കുന്നത്. ഞങ്ങളത് യുദ്ധം നിർത്തി. ഇതിനു മുമ്പ് അങ്ങനെയാ പറഞ്ഞിരുന്നത്, ഞങ്ങൾ നിർത്തി, ഞങ്ങൾ വിജയിച്ചു, എല്ലാം അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ട്.
പകരം നിങ്ങൾ പോകാൻ വരട്ടെ, നിങ്ങളോട് നിൽക്കുമെന്ന് പറഞ്ഞു. അതായത് ഇറാൻ പറയുന്നതാണ് ശരി, നിലപാടുള്ള രാജ്യമാണ് ഇറാൻ. അവർ ആദ്യം മുതലേ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഞങ്ങളെയാണ് നിങ്ങൾ കടന്നാക്രമിച്ചത്, ഞങ്ങളുടെ നഷ്ടം നിങ്ങൾ നികത്തി തന്ന് ഞങ്ങളുടെ പരമാധികാരത്തെ ഞങ്ങൾക്ക് വിട്ടു തന്നിട്ട് നിങ്ങൾ പൊയ്ക്കോ, ഞങ്ങൾ നിങ്ങളുടെ മേൽ കടന്നു കയറുന്നില്ല. പക്ഷെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യം, ട്രംപ് എന്ന് പറയുന്ന കച്ചവടക്കാരൻ, അയാളിങ്ങനെ നുണകൾ പറഞ്ഞ് ഇത്തരത്തിൽ നിലപാടുകൾ മാറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യനായി പറഞ്ഞവന് പറ്റാത്ത രീതിയിലുള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ, ഒരു തരത്തിൽ ന്യായീകരിക്കാൻ പറ്റാത്ത നിലപാട് എടുത്തു പോകുമ്പോൾ ആ നിലപാടുകളെ വിശ്വസിക്കാൻ തങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പറയുന്ന ഒരു നിലപാട് ഇറാൻ എടുക്കുമ്പോൾ, ഇറാൻ അന്നും ഇന്നും ഒരേ വാക്ക് പറയുമ്പോൾ അവരുടെ രാജ്യത്ത് സംഭവിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും അവർ അംഗീകരിക്കുന്നുണ്ട്. അതായത് ഇസ്രായേൽ ഒരു ബോംബ് ഇങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ഇസ്രായേൽ ഒരു മിസൈൽ ഇട്ട് കഴിഞ്ഞാൽ അത് തകർന്നു എന്നും അതിൽ ഇത്ര ആൾക്കാർക്ക് പരിക്കുണ്ടെന്നും ഇന്നത് സംഭവിച്ചെന്നും അവർ തന്നെ പറയുന്നുണ്ട്. അത് മാത്രമല്ല, നേരത്തെ കണ്ടില്ലേ അയത്തുള്ള ഖമേനി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആ കൊല്ലപ്പെട്ടത് ആദ്യം സ്ഥിരീകരിച്ചത് ഇറാനാണ്. അതുപോലെ അവരുടെ മറ്റു ഭരണാധികാരികൾ കൊല്ലപ്പെട്ടപ്പോഴത്തേക്ക് അപ്പോഴും ആദ്യം സ്ഥിരീകരിച്ചത് ഇറാൻ തന്നെയാണ്. പക്ഷെ ഇസ്രായേലിൽ എന്തെങ്കിലും സംഭവിക്കുന്ന കുറിച്ച് അവർക്ക് പറയാനില്ല. അമേരിക്കൻ കപ്പലുകൾക്ക് ഇപ്പൊ വിമാനവാഹിനി കപ്പല്, നൂറുകണക്കിന് F-35 അടക്കമുള്ള വിമാനങ്ങളുള്ള കപ്പലാണ്, അത് പരിക്ക് പറ്റിയിട്ടുണ്ട്, അതിൽ മിസൈൽ പതിച്ചിട്ടുണ്ട്. വേറൊന്ന് റിപ്പയറിങ്ങിന് കൊണ്ടുപോയേക്കാണ് ഇറാന്റെ ആക്രമണമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ ഇതൊക്കെ ഏറ്റുമായിക്കൊണ്ടാണ് ഇയാൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തൊരു കഷ്ടമാണല്ലേ, ഒരു നിലപാട് വേണ്ടേ? അതായത് നുണകൾ പറഞ്ഞുകൊണ്ട് മറ്റുള്ളവരെ എന്താ പറയുക തെറ്റിദ്ധരിപ്പിക്കുക. 5 ദിവസത്തേക്ക് യാതൊരു വിധത്തിലുള്ള നടപടികളും പവർ പ്ലാന്റ് അല്ലെങ്കിൽ അതുപോലെയുള്ള മേഖലയിലേക്ക് ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് 2ാമത്തെ ദിവസം നേരെ അങ്ങോട്ട് തൊടുത്തു വിടുക. അങ്ങനെയുള്ള ഒരു രാജ്യത്തിന്റെ ഉടമ്പടിയും കൊണ്ട് അങ്ങോട്ട് ചെന്നാച്ചാലും മതി. ഏതായാലും വല്ലാത്തൊരു നുണയം തന്നെയാണ് ട്രംപ്. ഒരുപക്ഷെ അമേരിക്കയുടെ ചരിത്രത്തിൽ ഇത്രയും നാണം കെട്ട ഒരു പ്രസിഡന്റാണ്, അല്ലെങ്കിൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉപരോധം നീക്കി കൊടുക്കേണ്ട അവസ്ഥ വന്ന ഒരു പ്രസിഡന്റാണ് എന്നതിലുപരി അമേരിക്കൻ പ്രസിഡന്റ് ചരിത്രത്തിൽ ഏറ്റവും അധികം നുണ പറഞ്ഞിട്ടുള്ള, ലോകരാജ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ള ഒരു പ്രസിഡന്റാണ് എന്നുകൂടി ഒരുപക്ഷെ ലോകം നാളെ ചരിത്രം എഴുതുമായിരിക്കും. Different angles. Don't forget to subscribe and support this channel.